നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഞാൻ സംവിധാനം ചെയ്യും. നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതിഫലനമായ ഈ സിനിമാ വിശേഷങ്ങളുമായി ശ്രീ ബാലചന്ദ്ര മേനോനും നായികമാരും JB ജംഗ്ഷനിലൂടെ പ്രയാണം നടത്തുന്നു. ശ്രീ ബാലചന്ദ്ര മേനോൻ, ഇന്നത്തെ സിനിമകളുടെ പ്രത്യേകത 50% മാർക്കറ്റിങ്ങിനാണ് ഇരിക്കുന്നത്. സിനിമയുടെ കണ്ടന്റൊക്കെ നല്ലതാണെങ്കിൽ പോലും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു സിനിമ ഫ്ലോപ്പായി. ഉറപ്പ്. താങ്കൾ കഴിയുന്നതും ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൻ്റെ സമവാക്യങ്ങളെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ പ്രൊമോഷൻ ഇഷ്ടപ്പെട്ടു. താങ്കൾ ആ ലോഞ്ച് ചെയ്ത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടിയായിട്ടുള്ള താങ്കളുടെ കെമിസ്ട്രിയിലൂടെ ആ പടത്തെ മുമ്പോട്ട് ആങ്കർ ചെയ്യാൻ പറ്റിയ, അതൊക്കെ ആകസ്മികമായി സംഭവിച്ചു. എല്ലാം ആകസ്മികം. മമ്മൂട്ടി ഒന്ന് വരണം, നിങ്ങൾ വന്നാൽ നന്നായിരിക്കും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രാഷ്ട്രീയക്കാരനാകാൻ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കുപ്പമായിട്ട് പത്രപ്രവർത്തകനായി പിന്നീട് സിനിമയിലേക്ക് വന്ന് എന്തെല്ലാം തരത്തിൽ ആകസ്മികതകളിലൂടെയാണ് താങ്കൾ പ്രയാണം ചെയ്തത്. പിന്നെ ചില പല വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞ എന്തെല്ലാം ജീവിതത്തിൽ വഴിത്തിരിവുകളിലൂടെയാണ് താങ്കളായിട്ട് മാറിയത്. വരട്ടെ. ഞങ്ങളാരും കാലഹരണപ്പെട്ടു പോകാത്തതിൽ ഒരു കാരണം എന്നും ഞങ്ങൾക്ക് ഉണ്ട് എന്ന് ഞങ്ങളും ചിലരുമൊക്കെ വിശ്വസിക്കുന്ന കഴിവുകളെ എപ്പോഴും തേച്ചുമിനിക്ക് വെക്കുന്നത് കൊണ്ടാണ് ഇത് കുറച്ചൊക്കെ തന്നെ അതിൻ്റെ ഒരു തെളിച്ചം പോകാതെ നിൽക്കുന്നത്. കാര്യത്തിൽ ബാലചന്ദ്ര മേനോനെ ഞാൻ വളരെയേറെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. ബാലചന്ദ്ര മേനോൻ സാറ് എന്ന് പറയുന്നത് ഒരു ഊർജ്ജമാണ്. ഈ മനുഷ്യൻ ഒരു രോഗാവസ്ഥയിൽ നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്ന് ഞാൻ സംവിധാനം ചെയ്യും എന്ന് പേരിട്ടുകൊണ്ടാണ് സംവിധാനം ചെയ്തു തുടങ്ങിയത്. സാറ് ഒരുപാട് ചിത്രങ്ങൾ സംവിധാനം ചെയ്യണം. പൂർവ്വ പ്രേക്ഷകരുടെ സംവിധായകൻ, സിനിമയുടെ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള മലയാളിയുടെ പ്രിയങ്കരനായ സംവിധായകനായ ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ ഈ പടത്തിൽ അഭിനയിക്കാൻ കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. എൻ്റെ കൗമാരകാലത്തും യൗവനകാലത്തൊക്കെ ഒരു സിനിമാ പ്രേമി എന്ന് എനിക്ക് കാത്തിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഒരു ബാലചന്ദ്ര മേനോൻ സിനിമയുടെ റിലീസ്. ഞാൻ മാത്രമല്ല, ഇന്നത്തെ കേരളത്തിലെല്ലാ സിനിമാ പ്രേമികളും കാത്തിരുന്ന സിനിമയാണ്. അപ്പോൾ ഒരുപാട് പുതുമകൾ, കാഴ്ചയിലെ ഒരു ദൃശ്യാനുഭവം തന്നെയാണ്. ഒരു പുതിയ കാഴ്ചയുടെ ഒരുപാട് സാധ്യതകൾ തുറന്നു തന്നൊരു വ്യക്തിത്വമാണ് ബാലചന്ദ്ര മേനോൻ. ഞാൻ ബാലചന്ദ്ര മേനോനെ കുറിച്ച് കേട്ടിട്ടുള്ളത്, അദ്ദേഹം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിമുഖത്തിന് പോയിട്ട് ആ ബാച്ചിൽ അദ്ദേഹത്തിന് പ്രവേശനം കിട്ടിയില്ല. ആ ബാച്ച് അവിടെ പഠിത്തം തുടങ്ങി 3-ാമത്തെ മാസം ആ ക്യാമ്പസിൽ കൊണ്ടുപോയി ഒരു ക്യാമറ വെച്ച് സംവിധായകൻ എന്ന നിലയിൽ ബാലചന്ദ്ര മേനോൻ സിനിമ ഷൂട്ട് ചെയ്തു ഞാൻ കേട്ടിട്ടുണ്ട്. അവനവന്റെ ആത്മവിശ്വാസം ഒരു മനുഷ്യനെ എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും മുന്നോട്ട് കുതിക്കുവാനുള്ള ഒരു ആർജവം, ആത്മവിശ്വാസം ഇതൊക്കെ പകർന്നു നൽകുന്നു എന്നുള്ളതാണ് ഈ പുതിയ ചിത്രത്തിൽ അദ്ദേഹത്തിനോടൊപ്പം സഹകരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് ആൾക്കാർ ഒരു ഷോയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇത്രയും നമ്മുടെ സഹപ്രവർത്തകർ, ഞാൻ പെട്ടെന്ന് ആലോചിച്ചതാണ്, സഹപ്രവർത്തകർ നമ്മളെപ്പറ്റി ഹൃദയം തുറന്ന് പറയുന്ന നല്ല അഭിപ്രായങ്ങൾ ജീവനോടിരുന്ന് കേൾക്കാൻ പറ്റുന്നത് ഭഗവാന്റെ വലിയ അനുഗ്രഹമല്ലേ. സാധാരണ മരത്തിൽ കിടത്തുമ്പോൾ ഇതൊക്കെ പറയുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞു. ജീവിച്ചിരിക്കുമ്പോൾ ഇത് കേൾക്കുക, ആ വാക്കുകളിലെ സിൻസിറിറ്റി, അത് ദൈവം തന്നിട്ടുള്ള ഒരു പരമഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നീ പറഞ്ഞതൊന്നും ഞാൻ നിഷേധിക്കുകയല്ല, പക്ഷെ അവർക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു, എനിക്ക് പലപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ പറ്റാറില്ല. ഈ പറഞ്ഞ പോലെ എനിക്ക് പറയാൻ പറ്റാറില്ല പലപ്പോഴും. താങ്കളുടെ ചില ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇപ്പോഴും സിനിമയിലുണ്ട്. താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് എലമെൻറ്റ്, ഒന്ന്, പ്രേക്ഷകരുടെ മനസ്സിൽ താങ്കൾ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുടുംബ ചിത്രത്തിൻ്റെ സംവിധായകനാണ്. താങ്കൾ ഒരിക്കലും ആഭാസവും അശ്ലീലവും കുടുംബ സദസ്സുകളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ രാധ എന്ന പെൺകുട്ടി 2ാമത്തെ സിനിമയാണ്. അത് ഷൂട്ട് ചെയ്തത് ജലജയാണ് അതിലെ ഹീറോയിൻ. ഞാൻ പെട്ടെന്ന് പറയാം, ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തല്ല, എന്നിലുള്ളതാണ് ഞാൻ പറയുക. ഇപ്പം ജലജയുടെ ചേച്ചിയുടെ വീട്ടിൽ വരുമ്പം ചേച്ചിയില്ല, ഭർത്താവ് മാത്രമേ ഉള്ളൂ. ഭർത്താവ് ഒരു വിടനാണ്. അദ്ദേഹം മദ്യപിച്ചിരിക്കുമ്പോഴാണ് ഇവരോട് ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, വളരെ ടാക്ട്ഫുള്ളായിട്ട് ഇവർക്ക് ജ്യൂസ്, പണ്ടത്തെ 1978 ഭാവനയാണ് പറഞ്ഞത്, ജ്യൂസിനകത്ത് കുറച്ച് മദ്യം കലർത്തി കൊടുത്ത് അവളെ 2-3 ഗ്ലാസ് അവൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥിരമാൾക്ക് ഒരു ആലസ്യം, ഒരു പാട്ടും വെച്ചു എൻ്റെ കൂട്ടത്തിൽ. ഈ അവൾക്കൊന്ന് ആടി വന്ന് അത് ചേട്ടനെ കാണാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു ഞാൻ. ഇതിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ജലജയുടെ
ഈ നമ്മുടെ ഈ സാരിയുടെ മേൽത്തലപ്പെന്ന് പറയും അതങ്ങ് അറിയാതെ വീണുപോയി. ഞാൻ അറിയാതെ കട്ട് പോയി. പെട്ടെന്ന് ദിവാകരൻ എന്നാ ക്യാമറ എന്ത് പറ്റി? അല്ലാതെ അവിടെ ആ സാരിയുടെ തലപ്പ് എടുത്തിട്ടുള്ളൂ, ശ്രദ്ധിക്കണം. അപ്പം പുള്ളി ചോദിച്ചു വൈ, അവൾ ഡ്രങ്കല്ലേ? ഹീസ് റൈറ്റ്. ഡ്രങ്കായ ഒരുത്തിയുടെ മേൽ ഈ തുപ്പട്ട പോലുള്ള സാധനം പോയാൽ എന്താ കുഴപ്പം? അത് നാച്ചുറലാണ്. പക്ഷേ എൻ്റെ കോൺഷ്യൻസ് ഉടനെ പെട്ടെന്ന് അത് കട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ സാധനമാണ് ഇന്നും എന്നെ ഭരിക്കുന്നത്. അതല്ല ഇതിനു വേണ്ടി കൾട്ടിവേറ്റ് ഉണ്ടാക്കിയതല്ല എന്ന് ഞാൻ പറയാം. ഗായത്രി, ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ താങ്കൾ കണ്ടിട്ടുണ്ടാവില്ലേ? ആ സിനിമകളെല്ലാം എന്താ പറയുക, ഒരു കുടുംബത്തിന് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന കുടുംബ കഥകളാണ്. ആ ഒരു സങ്കല്പമായിട്ടായിരിക്കുമല്ലോ ഈ സിനിമയുടെ ലൊക്കേഷനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവുക. ആ ഒരു സങ്കല്പമായിട്ട് പൊരുത്തപ്പെട്ടോ? അവിടെ വൈരുദ്ധ്യം ഉണ്ടായോ? ആ സിനിമയുടെ ഒരു പഴയ സിനിമയുടെ അതേ ഒരു കർമ്മപഥത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്? അതേ മാറ്റി ചവിട്ടിയോ? അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഓരോ സിനിമയും ഓരോരോ രീതിയിലാണ് തോന്നുന്നത്. ഓരോ സിനിമയ്ക്കും ആ തീം കണ്ടന്റ് എല്ലാം വ്യത്യസ്തമല്ലേ? വ്യത്യസ്തമാണെങ്കിലും അത് ഒരു ഫാമിലി, ഒരു കുടുംബ പശ്ചാത്തലം എപ്പോഴും പറയും. ഒരു കുടുംബത്തിന്റെ എന്താ പറയാ, ഇന്ന് ന്യൂ ജനറേഷനിൽ ഇല്ല എന്ന് പറയണ ഒരു ഘടകം നമ്മൾ പറഞ്ഞ് പരത്തുകയല്ലേ. ന്യൂ ജനറേഷൻ അമ്മയില്ലായിരിക്കും. എന്താ പറഞ്ഞത്? അമ്മയും അച്ഛനും ഇല്ലാത്ത സിനിമ അതൊക്കെ അവരുടെ ഉള്ളിൽ അമ്മ കാലം ഉള്ളുകൊണ്ട് അമ്മയെന്ന് തന്നെ വിളിക്കും. എൻ്റെ അമ്മയെന്നല്ലാതെ വിളിക്കാൻ പറ്റുമോ? നമുക്കൊരു വേദന വരുമ്പോൾ അതൊന്നും മാറ്റാൻ പറ്റും. ഇതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞ വിധത്തിൽ ന്യൂ ജനറേഷനിലെ പിള്ളേർക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഇപ്പോഴും ഞാൻ അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് കൊടുത്താൽ മതി. ഗൈഡൻസിൻ്റെ കുറവുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. അവർ നല്ല കഴിവുള്ള പിള്ളേർ, അറിയാമോ? പക്ഷേ ഈ പിള്ളേർ അനുസരണയോടെ നമ്മളോട് വരണം. അത് ചെയ്യില്ല. അനുസരണ കുറവാണ്. അനുസരണയോടെ കൂടെ വരണം. ചിലപ്പോൾ അനുസരണക്കേടല്ലേ ഒരു പുതിയ പന്താവ് വെട്ടിത്തെളിക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്നത്. അനാർക്കിസം എന്ന് ഞാൻ പറഞ്ഞില്ല. ചില ഡിഫീൻസുകളും ചിലപ്പോൾ ധാർഷ്ട്യങ്ങളൊക്കെയാണ് ഒരു പക്ഷേ താങ്കളെ താങ്കളാക്കിയതല്ലേ. എന്താണ് താങ്കളുടെ തല ഇന്നവരെ താന്നിട്ടിൽ ആരോട് എന്നോട് പറഞ്ഞല്ലോ, തല എപ്പോഴും മേൽപോട്ടാണെന്ന്. താങ്കളുടെ സുഹൃത്ത് പറയണം, മേനൊരു ഗുണം എന്തറിയാം, ഒരിക്കലും തല താത്തില്ല. അത് താങ്കളുടെ ഒരു സെൽഫ് റെസ്പെക്ടിന്റെയും എസ്റ്റീമിന്റെയും ഒരു പ്രധാനം. ഇല്ല ബിട്ടാസ്, ഞാനത് ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹം റോസസ്, എൻ്റെ വലിയ സുഹൃത്താണ്. റോസസ് ഫാമിലി ക്ലബ്ബിൽ വന്ന് സംസാരിക്കുമ്പം മേനോൻ ചേട്ടൻ എനിക്കറിയാം, നിങ്ങൾ പറയുന്നത് ആരംഭിച്ചു. അപ്പം ഞാനിങ്ങനെ സൗമ്യമായിട്ട് ഇരുന്ന് കൊടുത്തു എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ആ മനുഷ്യനോടുള്ള സ്നേഹവും ബഹുമാനവും എന്ന് പറയുന്നത് ആ സ്വകാര്യ അഹങ്കാരമാണ്. ഇത് അടിച്ചേൽപ്പിക്കാൻ എനിക്ക് അഹങ്കാരമില്ല. ഇപ്പം അങ്ങനെ ധരിപ്പിക്കാൻ പറ്റും നിങ്ങളെ? എന്തിനാ ഞാൻ കളയേണ്ട കാര്യമില്ല, നല്ല കാര്യമില്ല. ഉത്രാട രാത്രി എന്ന സിനിമ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ജീവിതത്തിലെ ഇന്റർവ്യൂ എടുക്കുന്നത് മലയാള നാട് ദ്വൈവാരികയുടെ എഡിറ്ററായിരുന്ന VS നായർ. അദ്ദേഹം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. കൊല്ലം കടപ്പുറത്ത് വെച്ച ഇന്റർവ്യൂ എന്ന്. ആദ്യത്തെ പടം ഐ എം ഏർലി 20s. അങ്ങേരും ഇത് തന്നെ ചോദിച്ചു. മിസ്റ്റർ ബാലേന്ദ്രൻ അല്ല പറയട്ടെ, തീർന്നില്ല. മിസ്റ്റർ ബാലേന്ദ്രൻ, നിങ്ങൾ ഒരു അഹങ്കാരിയാണെന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിക്കുമോ? അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞൊരു വാക്യം അന്ന് ഞാൻ പറഞ്ഞതാണ്, പ്രിയപ്പെട്ട VS നായർ, കോടാനുകൂടി എന്താണ് പറയുന്നത്, ഇതും ഒക്കെയുള്ള വിശ്വമഹാഘടാകത്തിൻ്റെ ഒരറ്റത്ത് കിടക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് ഉണക്കാനിട്ടിരിക്കുന്ന എൻ്റെ അപ്പൂപ്പൻ്റെ കൗബീനം പോലെ കിടക്കുന്ന ഈ കേരളത്തിൻ്റെ ഇങ്ങേയറ്റത്ത് കൊല്ലത്ത് ഈ മണൽപ്പരപ്പിലിരിക്കുന്നത് ഞാൻ ആരോട് അഹങ്കാരം കാണിക്കാനാണ്? ദിസ് ഈസ് മൈ ആറ്റിറ്റ്യൂഡ്. പക്ഷേ എന്നെ പെയിൻറ്റ് ചെയ്യുന്നത് അത് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവനെ അഹങ്കാരി എന്ന് വിളിക്കുകയാണെങ്കിൽ എന്നെ അത് കൂട്ടം. രണ്ട് തമ്മിലുള്ള ബന്ധം ഒരു നൂലിഴയുടെ ബന്ധമുള്ളൂ. എന്താ കാരണം വെച്ചാൽ ഒരു വേണമെങ്കിൽ ഒരു ഈഗോ എന്നുള്ള ഒരാൾ വേണേൽ കാണുന്നത് ഒരാളുടെ സെൽഫ് റെസ്പെക്റ്റ് ആകും. അത് പിന്നെ രണ്ടാമത്തെ കാര്യം, താങ്കളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി താങ്കൾക്ക് അധികാരമില്ല. ഞങ്ങൾ ജഡ്ജ് ചെയ്യട്ടെ, താങ്കൾക്ക് വിട്ടേരെ. എന്താ കാരണം വെച്ചാൽ താങ്കൾ ഞങ്ങളുടെ പൊതുമുതൽ. ഒരു സെക്കൻഡ് ഗായത്രി, അല്പാഹങ്കാരം ധാർഷ്ട്യമൊക്കെ ഉള്ള ഒരാളല്ലേ ഇദ്ദേഹം എന്ന് ഉദ്ദേശിക്കുന്നത്? ഞാൻ ആത്മാഭിമാനമുള്ള ആളല്ലേ? സിനിമയിൽ മാത്രമേ താങ്കൾ സംവിധായകനുള്ളൂ. ഇവിടെ സംവിധായകൻ ഞാനാണ്. ഗായത്രി പറ. അല്ല, എനിക്ക് തോന്നുന്നു സാറ് പറയാനുള്ളത് ബ്ലണ്ടായിട്ട് പറയും. അതില് പിന്നെ ഇങ്ങനെ സാൻഡ്വിച്ച് ചെയ്ത് അപ്പുറം ഇപ്പുറം മധുരമൊക്കെ പുരട്ടി ഇടയിൽ കൂടെ പറയില്ല. ആ പറയാനുള്ളത് ഡയറക്റ്റ് പറയും. അപ്പൊ അത് അഹങ്കാരമാണെന്ന് എനിക്ക് തോന്നുന്നു. കൺവിക്ഷൻ ആയിരിക്കും ഓരോന്നിനെ കുറിച്ചുള്ള സെൽഫ് റെസ്പെക്ട്. അതായത് ഒരിക്കലും ആരോ പറഞ്ഞ പോലെ തൻ്റെ ഒരു ഇമേജും തൻ്റെ ഒരു നിലപാടും വിട്ടിട്ട് കളിക്കില്ല. യു വോണ്ട് കോംപ്രമൈസ് മച്ച് ഓൺ ദാറ്റ് ആക്ച്വലി. എല്ലാത്തിനും ഒരു നിലപാടുണ്ട്. അതല്ലേ സിനിമയിൽ നിലപാടുണ്ടായിരുന്നില്ലേ? എങ്ങനെയായിരുന്നു മൂപ്പരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇഷ്ടമല്ലാത്തത് ഇഷ്ടമല്ല എന്ന് പറയും? ആണോ? രണ്ട് ഗായത്രി, മൂപ്പർക്ക് നല്ല
എന്താ പറയണ്ടേ, ഒരു സിനിമയിൽ നല്ല റൊമാൻറ്റിക് റോളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള നല്ല പ്രാഗൽഭ്യമുള്ള ആളാണ്, വൈദഗ്ധ്യമുള്ള ആളാണ്. അതിലെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ ഈ സിനിമയിൽ? അതെയോ കൂടുതലുണ്ടോ? അതെയോ അതേപോലെ നിലനിൽക്കുന്നുണ്ടോ? ഇടപെടരുത്. അതൊക്കെ അതുപോലെ തന്നെയൊക്കെ ഹസ്ബൻഡ് വൈഫ് റിലേഷനെ കുറെ ഭംഗിയാക്കി ഓരോ ഹസ്ബൻഡും വൈഫും പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ഹസ്ബൻഡ് വൈഫിനെ തന്നെയാണ് ഇതിലും കാണിച്ചിരിക്കുന്നത്. കുട്ടാന്നൊക്കെ വിളിച്ചോ ഈ കുട്ടിയെ? വിളിച്ചോ ഗായത്രി? കുട്ടനല്ല ഇതില്. എന്താണ് ഇതെന്താ തങ്കമല്ലേ? പേരല്ലേ ഇത്? പേരാണത്. കുട്ടാന്നുള്ളത് ഒരു പെറ്റ് നെയിമാണ്. ഇവരുടെ പേര് തങ്കം എന്ന് തന്നെയാണ്. പക്ഷെ ഇന്നൊരാൾ പറഞ്ഞു എന്നോട്, അതൊക്കെ എൻ്റെ ജഡ്ജ്മെൻ്റാണ്. ഈ ഭർത്താവിനെ വരുത്തണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇന്ന് ഭർത്താവിനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമെന്ന് കരുതി എന്നെ ചാടിക്കാനായിട്ട് ഈ ഫോൺ റിങ് ചെയ്തിട്ട് അവിടെ തലപ്പത്ത് എൻ്റെ ശബ്ദം വന്നിട്ട് ഞാൻ തങ്കം എന്ന് വിളിക്കുമ്പോഴേക്കും തളർന്നു പോകുന്നൊരു സാധനമുണ്ട്. സ്ഥലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞത് പടത്തിൻ്റെ അഭിപ്രായത്തിൻ്റെ കൂട്ടത്തിൽ അനുഭവസ്ഥ, ഞാനും എൻ്റെ ഭാര്യയും കൂടെയാണ് മിസ്റ്റർ ബാലേന്ദ്രൻ ഈ പടം കാണാൻ പോയത്. ഞാൻ അവളോട് പറഞ്ഞു, അയാൾ എൻ്റെ അടുത്ത് പറയുക, എടി ഗായത്രിയെ പോലെ, കഥാപാത്രത്തിൻ്റെ പേര് അതാണ് ഓർത്തണം, ഈ ഗായത്രിയെ പോലെ ഒരു ഭാര്യ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകം കീഴടക്കിയെന്ന്. ഇനി സംഭവിക്കാൻ പോകുന്നതറിയോ? ഇദ്ദേഹം മുംബൈയിലേക്ക് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ആള് പറയും, നിനക്കൊന്ന് ഗായത്രി ആയിക്കൂടെ? ഈ ഗായത്രിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തങ്ങൾ ചെറുതല്ല. അതിന് സാധ്യതയുണ്ട്. ഗായത്രി, ഒരു കണക്കിന് പിന്നെ ഗായത്രിക്ക് എങ്ങനെയാണ് ഒരു ഭാര്യ സ്നേഹത്തോടെ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ ഇൻവോൾവ്മെന്റോടെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ഒരു പുതിയ പാഠം ഈ സിനിമ. സത്യമാണ്. കാര്യം ആദ്യത്തേക്ക് ഇങ്ങനെ ഈ സീൻസ് ഒക്കെ എടുക്കുമ്പോ ഞാനിങ്ങനെ വിചാരിച്ചോട്ടെ, ഈശ്വര ഇതൊക്കെ ലൈഫിൽ പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ശ്രദ്ധിക്കാത്തതുകൊണ്ട്. ഇതൊക്കെ വേണ്ടതൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇതല്ലേ താങ്കളുടെ ഭർത്താവ് എന്ന് പറയുന്നത്? അതെ അതെ. ഈ മൂപ്പറിന് വളരെ ഡിമാൻഡിങ് ആകാൻ പോവാണ്. ആണോ? എന്താ കാരണം? അയ്യോ, അല്ല, ഭർത്താവൊക്കെ ഉള്ള ഒരാളാണെന്നുള്ള കാര്യം നമ്മൾ പ്രേക്ഷകരെ അറിയിക്കാൻ കൂടിയാണ് ഒരു ഉദ്ദേശം. നല്ലതാണ്. പ്രൗഡ് മാത്രമല്ല, ഈസ് ഗോയിങ് ടു ബി വെരി ഡിമാൻഡിങ് ഉണ്ടാവും. എന്താ കാരണം വെച്ചാൽ നിനക്ക് ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കാം അല്ലേ? എന്റെ ജീവിതത്തിൽ കൂടെ നീ ഇമാതിരി ഒന്നും കാണിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. ഞാൻ പറഞ്ഞു, അത് ഞാനിവിടെ ഷൂട്ട് നടക്കുമ്പോ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, നമ്മളതൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതേ ഞാൻ തന്നെ പറഞ്ഞു പുള്ളിയോട്. അത് എന്റെ സിനിമ എന്നുള്ള ഒരു പ്രചോദനം. അപ്പൊ ഈ സിനിമയെ കൊണ്ട് ഗായത്രി ഈസ് ലിറ്റിൽ മോർ വൈസർ ആക്ച്വലി. അല്ലെങ്കിൽ റൊമാൻസിന്റെ വളരെ അനന്യമായിട്ടുള്ള ഒരുപാട് തലങ്ങൾ എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ ഒരു ഭാര്യ നിർവഹിക്കേണ്ട ദൗത്യങ്ങളുടെ വളരെ അതിലോലമായിട്ടുള്ള ചില ഘടകങ്ങൾ ഈ സിനിമയിൽ നിന്ന് ശ്രീ ബാലേന്ദ്ര മേനോനിലൂടെ അവർ പഠിച്ചെടുത്തു. ഉറപ്പായിട്ട് ഭർത്താവിനെ സ്നേഹിക്കാൻ തന്നെ പഠിച്ചതാണ്. സംശയം എന്താ? ഭർത്താവിനെ സ്നേഹിക്കാൻ പഠിച്ചു എന്ന് പറയുമ്പോൾ നേരത്തെ സ്നേഹിച്ചില്ല എന്നൊരു അർത്ഥമുണ്ടോ? ഞാനത് താങ്കളുടെ ഊഹമാണ്. കൂടുതൽ സ്നേഹിക്കാൻ, സ്നേഹം പ്രകടിപ്പിക്കാൻ പ്രകടിപ്പിക്കാറില്ലായിരുന്നു നേരത്തെ? ചിലപ്പോ നമ്മൾ തിരക്കിൽ ഇപ്പൊ എങ്ങനെ, ഇപ്പൊ സാർ എങ്ങനെയാ വീട്ടില് പ്രകടിപ്പിക്കോ? ഞാൻ ഭയങ്കര പ്രകടനാണ്. ഞാൻ പുറത്തായിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭാര്യയുടെ അടിമയാണ്. എന്താ കാരണമോ? ഏറ്റവും നല്ല മാർഗം അതാ. ഇത് ഭാര്യ കേൾക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ഇങ്ങനെ പറയാൻ ഭാര്യയുടെ സമ്മതമുണ്ട്. വേണേ അടിച്ചോ ജീവി, കുഴപ്പമൊന്നുമില്ലെന്ന്. എല്ലാ ഭാര്യമാർക്കും ഇഷ്ടമാണ്. എല്ലാ ഭാര്യമാർക്കും ഉള്ള അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പറയുന്നത് ഭർത്താവ് ഞാൻ പറയുന്നതിനപ്പുറം ഇല്ല എന്ന ധാരണ സൊസൈറ്റിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെയാണ് വിജയിക്കുന്നത്. അതാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ച തന്ത്രമായത്. ഉള്ള കാര്യം പറയാലോ. ദക്ഷിണ മോളെ നല്ല അമ്മയായിരുന്നു. പിന്നെ നമ്മള് ഓൺ സ്ക്രീൻ അമ്മയാണെങ്കിലും റിയാലിറ്റിയില് അതെ ഓഫ് സ്ക്രീൻ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അതല്ല, ഈ അമ്മ സിനിമയിൽ വന്ന ശേഷം, സിനിമയിൽ അമ്മയായ ശേഷം യഥാർത്ഥ അമ്മ ഇങ്ങനെ ആയിരിക്കണമെന്ന് അമ്മയോട് പറഞ്ഞോ? അവിടെ ഇരിക്കുന്നുണ്ട്. പറഞ്ഞോ? മുമ്പിൽ തന്നെ പറയണോ? പറയട്ടെ. ഇങ്ങനെയൊക്കെയല്ലേ ഒരുപാട് ടെലിവിഷൻ ഷോകളിലൂടെ ആൾക്കാർ സത്യം പറയണത്. നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എല്ലാ ഷോയിലൂടെയാണ് പറയണത്. പറ, സത്യം പറ. അങ്ങനൊന്നുമില്ല, രണ്ടുപോലെ രണ്ട് ഡിഫറെന്റ് ആയിട്ട് വ്യത്യാസമുണ്ട്. അതെ. എങ്കിലും ഒരുപക്ഷെ നിത്യജീവിതത്തിലുള്ള അമ്മയേക്കാൾ ബെറ്റർ ആയിരുന്നോ? അതെയോ അതുപോലെയായിരുന്നോ? കുറച്ച് കുറവായിരുന്നു? ഇല്ല, ഡിഫറെന്റ് ആയിരുന്നു. അതേ ലെവലില് കുറച്ച് നാഗിങ് ആ തോന്നുന്നു. കുറച്ച് നാഗിങ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നും അമ്മ അഗ്രി ചെയ്യില്ല. അത്
അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്രീഷിയേറ്റ് ചെയ്യുന്നതല്ല, ഭയങ്കര റിസ്ക്. ഇപ്പോഴത്തുള്ള കാര്യമാണുള്ളത്. കല്യാണം കഴിക്കണം, നിന്റെ പാഷനൊക്കെ ഭയങ്കര റിസ്കിയാ, ഇപ്പൊ ഒന്നും നടക്കില്ല, കല്യാണം അതെ സെറ്റിൽ ചെയ്യിപ്പിക്കുക. അതാണല്ലോ ഇപ്പോഴത്തെ അമ്മമാരുടെ പ്രത്യേകത. ഒരു ഓർത്തഡോക്സ് ചിന്തയാണ്. അങ്ങനെ ശരിക്കുള്ള അമ്മയ്ക്ക് അങ്ങനെയല്ല. ഈ രണ്ട് വ്യക്തികളാരാണ്? വൈഷ്ണവി, മൃണാളിനി. ഗായത്രി, ഒരുപക്ഷെ ഇവരോട് എങ്ങനെയാണ് ഇനി പെരുമാറേണ്ടതെന്നുള്ള പുതിയൊരു പാഠം പഠിച്ചിട്ടുണ്ടോ? ഇങ്ങനെ തന്നെയായിരിക്കും. ഇല്ലല്ലേ, ഈ ക്യാരക്ടർ അല്ല ലൈഫ്. ഈ ക്യാരക്ടർ അങ്ങനെ മകളോട് അത്രയ്ക്ക് എനിക്കറിയില്ല, പ്രോത്സാഹിപ്പിക്കണമൊന്നുമില്ലല്ലോ, പുറകോട്ട് വലിക്കുക. വേറൊരു ആറ്റിറ്റ്യൂഡ് അല്ലേ, നീ സെറ്റിൽ ആവണം, മാരേജ് കഴിച്ച് സെറ്റിൽ ആവണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഉത്കണ്ഠയുള്ള ഒരു അമ്മയ്ക്ക് അമ്മയായി കഴിഞ്ഞാൽ പിന്നെ ഉത്കണ്ഠയേ ഉള്ളൂ. അതാണ് സ്വാഭാവികം. പക്ഷെ ലൈഫിൽ അങ്ങനെയല്ല. സ്വാഭാവികമല്ലേ ഇത്? ഒരു പ്രായമായ പെൺകുട്ടി ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ എവിടെ എത്രയും പെട്ടെന്ന് ഒന്ന് സെറ്റിൽഡ് ആക്കണം എന്നുള്ളൊരാഗ്രഹം എല്ലാ അമ്മമാർക്കുള്ള പോലെ ഈ അമ്മയ്ക്കുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരാളെ ഞാൻ കൊണ്ടുവരാം. ഹലോ ബാലേട്ട, നമസ്കാരം. പടമൊക്കെ റിലീസായി നിൽക്കുന്ന ഒരു സമയമാണ്. നല്ല അഭിപ്രായം ഞാനും കേട്ടിരുന്നു. എന്നെ സംബന്ധിച്ച് ഈ സിനിമയെക്കുറിച്ച് ഏറ്റവും പറയാനുള്ളത്, 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ ബാലേട്ടൻ മൂലം സാധിച്ചു എന്നുള്ളതാണ്. എനിക്ക് ബാലേട്ടനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, 7 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു സിനിമ ചെയ്യുന്നത്. 7 വർഷം എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സിനിമാ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഒരു വലിയ ഗ്യാപ്പ് തന്നെയാണ്. 7 വർഷം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ചെറിയൊരു നമ്പറായിട്ട് തോന്നുമെങ്കിലും അതൊരു വലിയ ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പ് ബാലേട്ടൻ എന്ന സംവിധായകനെ അല്ലെങ്കിൽ നിർമ്മാതാവിനെ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചു, അതോ പിന്നെ സൗകര്യമായിരുന്നോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം സാങ്കേതികപരമായിട്ടും സംഘടനാപരമായിട്ടും ഒക്കെ ബാലേട്ടന് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ന്യൂ ജനറേഷൻ. അത്തരം കാര്യങ്ങൾ ഒരു ആശയപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടേണ്ടി വന്നോ ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത്? ഇതിനാണ് എനിക്ക് ഉത്തരം തരേണ്ടത്. ഞാൻ കേട്ടത് 30 വർഷത്തിന് ശേഷം ഭാഗ്യലക്ഷ്മി അഭിനയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. താങ്കൾ 7 വർഷത്തിന് ശേഷമാണ് സിനിമയിലേക്ക് വീണ്ടും മടങ്ങി വരുന്നത്. എന്തെങ്കിലും വ്യത്യാസങ്ങൾ സിനിമയിൽ കണ്ടോ? അതെയോ പഴയ സിനിമ തന്നെയായിരുന്നു ഇപ്പോഴും? സിനിമ മാറിയോ? അതാണ് ഭാഗ്യലക്ഷ്മിയുടെ ചോദ്യം. ആശയപരമായിട്ട് സിനിമ മാറിയോ എന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വായിക്കുന്ന ഒരു മൊബൈൽ ഫോൺ പോലും 1 മണിക്കൂർ കഴിയുമ്പം അത് ഔട്ട്ഡേറ്റഡ് ആകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഒന്ന് എഴുതിക്കുക എന്ന് പറഞ്ഞാൽ ആരും എഴുതാറില്ല, ഉടനെ മൊബൈൽ എടുത്ത് കുത്തും. പേപ്പറിൻ്റെയും പേനയുടെയും കാലം കഴിഞ്ഞു. നിങ്ങൾ മാത്രമേ പേന വയ്ക്കുന്നുള്ളൂ ഒരു ഓർമ്മയ്ക്ക്. അങ്ങനെ ആയിപ്പോയി. അപ്പോൾ സാങ്കേതികമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ സിനിമ എന്ന കലയെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. എല്ലാം നമ്മുടെ മനസ്സാണല്ലോ. എക്സാക്ട്ലി. ഞാൻ പലയിടത്തും പറയും എനിക്കിന്നും ഇരുന്നുകൊണ്ട് സംവിധാനം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പം എല്ലാവരും ഇരുത്തമെന്ന സംവിധായകരാന്ന് പറയും. കാരണം ആദ്യമേ മോണിറ്ററിന് മുമ്പിലേക്ക് ഇരിക്കുകയാണ്. ഇരുന്നിട്ടാണ് അതുകൂടെ നീക്കി വെച്ചാൽ മതി, മറ്റൊന്ന് മാറ്റി വയ്ക്കുക, ആ ഏണി എടുത്ത് ബാക്കി വയ്ക്കുക, ഇനി വരാൻ പറയൂ, ഓക്കെ ടേക്ക്. ഇതല്ല, ഈ കനാസ്തം ഞാൻ അവരിലേക്ക് പോവും. ആണായാലും പെണ്ണായാലും ആയിട്ടുമായി കോണ്ടാക്ട് ഉണ്ട്. എനിക്ക് വേണ്ട സാധനം പറഞ്ഞ് കിട്ടണം. എന്നെ കൊണ്ട് ചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അത് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ഹാപ്പി ആവത്തുള്ളൂ. ഒരാൾ സമാനമായ ഒരു ചോദ്യമായിട്ട് രംഗത്ത് വരാൻ വേണ്ടി ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ്. വരട്ടെ. എനിക്ക് മേനോനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ 7 വർഷത്തിന് ശേഷം മേനോൻ തിരിച്ച് ഈ സിനിമയിലോട്ട് വന്നപ്പം എന്ത് തോന്നി? ഇത് തന്നെയാണ് മേനോൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ പഴയ ഇപ്പോൾ ഇതേ ശ്രീലത എൻ്റെ പഴയൊരു സുഹൃത്താണ്. കലികയെന്ന സിനിമ തുടങ്ങിയത് ഞങ്ങളുടെ എന്താ സിനിമാപരമായത്. ആർട്ടിസ്റ്റുകളെല്ലാം കവിയൂർപ്പന്നമ്മ, എൻ്റെ ഉത്രാട രാത്രിയിലുള്ള റഹ്മദ് സാർ ഉത്രാട രാത്രിയുണ്ട്. എനിക്ക് അങ്ങനെ എന്താണ് കുറച്ച് കൂടുതൽ ചിലവ് വന്നു എന്നുള്ള സത്യം ഒരു യാഥാർത്ഥ്യമാണെന്ന് ചോദിച്ചാൽ എൻ്റെ സമീപനത്തിലും എൻ്റെ ആർട്ടിസ്റ്റിനുള്ള പെരുമാറ്റത്തിലൊക്കെ ഞാൻ പഴയ ബാലേന്ദ്രനോടും തന്നെയാണ്. എനിക്ക് ഇന്നത് വേണമെന്നുള്ളത് ഞാൻ വാങ്ങിച്ചിട്ട് തന്നെ മാറത്തുള്ളൂ. അല്ലാതെ എനിക്കത് പെട്ടെന്നൊരു മാറ്റം. ജോബിയിലായിരുന്നു. പാട്ടൊക്കെ പാടുത്തോ? പാട്ട് പാടും സാർ തന്നെയാണല്ലോ അതിന്റെ സംഗീതം. അതെ, അല്ലാതെ വേറെ പാട്ടൊക്കെ പാടുത്തോ? വേറെ പാട്ടും പാടും. ഒരു പാട്ട് നമുക്ക് പാടിയാലോ? ഇപ്പൊ ഇവർക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ, താങ്കളുടെ പാട്ട് കേൾക്കണം. കൊടുക്ക്. അപ്പോൾ ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു. ഞാനൊരു പാട്ട് പാടുന്നു. ഈ പാട്ട് ഇവരെ രണ്ടുപേരെയും ഉദ്ദേശിച്ച് ഞാൻ പാടുന്നതല്ല, എന്നാൽ അവരെ പറ്റി ഉദ്ദേശിച്ചാണെന്ന് ധരിക്കുന്നതിന് വിരോധമില്ല. ഓക്കെ. ഇതാണ് ശ്രീ ബാലചന്ദ്ര മേനോൻ.
മനോഹരിതിൽ മനോരഥത്തിൽ മലരോടു മലർതൂകും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണൻ ആരോ ആരാധകനാണോ ഈ ആരാധകനാണോ? വരട്ടെ. മോശപ്പെട്ടതാണല്ലോ കേട്ടോ. ഞാനിപ്പോ കാണാൻ കണ്ടില്ല. ഇതുണ്ട് വെറുതെ അല്ല മേനോൻ ചേട്ടന്റെ പാമ്പും കൂട്ടി പോയി പെട്ടത്. ഇതപ്പോ എനിക്ക് എന്നെ കാണുന്നോണ്ട് നേരെ റിഹേഴ്സലെത്തായിരിക്കും എങ്ങനെ കൈകാര്യം ചെയ്യണല്ലേ. ഏറെക്കുറെ ഇതുപോലെയൊക്കെ തന്നെയാണോ ഗായത്രി ശ്രീ ബാലേന്ദ്രൻ മേനോനെ കൈകാര്യം ചെയ്തത്? ഏറെക്കുറെ ശരിക്കും ധൈര്യമൊക്കെ ഉണ്ടോ? ധൈര്യമൊക്കെ ഉണ്ടോ? ധൈര്യോ? ഈ ധൈര്യമൊക്കെ ഉണ്ടോ ജീവിതത്തിൽ? ആ ധൈര്യം ഒരുവിധമൊക്കെ റിസ്ക്കും അഡ്വഞ്ചറസ് ഒക്കെയാണ്. അയ്യോ അത് ഒറിജിനൽ. പാമ്പോ? പാമ്പ് അത് കിട്ടുമെന്നേ, ബോംബെ കിട്ടും ഇഷ്ടം പോലെ. പിന്നെ ഇത് കേരളത്തിലാ. ആണോ? കേരളമാണോ? എന്നാ ശരി. വാവാ സുരേഷിന്റെ അതാണ് കുറച്ച് എന്തുകൊണ്ടോ സുരേഷിന്റെ കൂടെ. പക്ഷെ പാമ്പ് ഒരു സെൻസേഷൻ. പക്ഷെ ഒരു കാര്യം, ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ട്രെയിനിങ് എടുത്താണ്. ഒരു പാമ്പിന്റെ കൂടെയാണ് പോകേണ്ടത്. അതില്ല. അയ്യോ പോസിറ്റീവായിട്ട് രാജവെമ്പാലയല്ലേ മൂപ്പർക്ക്, അതുകൊണ്ടാണ് മൂർഖനാൻ തോഴപ്പോ. അതിന്റെ മുകളിലല്ലേ ഞാൻ വെച്ചത്? ആണോ? രാജവെമ്പാല 8 അടിയല്ലേ? അതെ, കറക്റ്റ് അറിയാല്ല. ഇയാള് പാമ്പ് കൊടുത്തായിരുന്നോ പരിപാടി? ബോംബെയിലൊക്കെ അങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടോ? പാമ്പ് പിടുത്തോ? അവിടെ പാമ്പുണ്ടോന്ന് എനിക്കറിയില്ല, കണ്ടിട്ടില്ല ഞാൻ. ഒരു പാമ്പിനെ അവിടെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയായി, എല്ലാം ഓടി. ഒരാൾ വരട്ടെ. നമസ്കാരം സാറേ. സാറിനെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 100 പേരെ എടുത്താൽ അതിലൊരാൾ ഞാനായിരിക്കും. അതിന് കാരണം ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജുകളിൽ തലയിൽ ടൗലൊക്കെ കെട്ടിയിട്ട് നെഞ്ചത്തെ രോമത്തിൽ തിരുമ്മി കണ്ണും മിഴിച്ച് എനിക്ക് തൃപ്തിയായി മോനെ കൂട്ടാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കയ്യടി വാങ്ങിയിട്ടുണ്ട്, ഒരുപാട് കാശും. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഞാൻ പണ്ട് മുതലേ കേൾക്കുന്നൊരു കാര്യമാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരത്തിനിടയ്ക്ക് ഞാൻ അല്ലെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ എനിക്ക് എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നവർ ആത്മപ്രശംസ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ പൊങ്ങച്ചം പറയുന്നവരാണെന്നൊക്കെ. എന്നാൽ സാറിനോട് പരിചയപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ സംസാരത്തിനിടയ്ക്ക് ഇതുപോലെ കുറേ വാക്കുകൾ കയറി വന്നിരുന്നു. നമ്മുടെ സിനിമയിലുമുണ്ട് ഒരു ഞാൻ സംവിധാനം ചെയ്യും. എന്നാൽ കുറച്ച് ദിവസം ആ ലൊക്കേഷനിൽ സാറുമായിട്ട് കൂടുതൽ അടുത്ത് ഒരുപാട് മിങ്കിൾ ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, സാറിനെ സംബന്ധിച്ച് ഈ വാക്കുകളൊന്നും ആത്മപ്രശംസയോ അല്ലെങ്കിൽ പൊങ്ങച്ചോ അല്ല, മറിച്ച് ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളാണെന്ന്. എൻ്റെ ചോദ്യം, സാറിൻ്റെ കഴിവിൽ സാറിന് എത്ര ശതമാനം വിശ്വാസമുണ്ട്? വളരെ മനോഹരമായ താങ്കളെ വളരെ പരിപൂർണമായിട്ടും ഫ്രെയിം ചെയ്തു. അതെ, അതല്ല ഷാജോൺ വളരെ മനഃശാസ്ത്രപരമായിട്ടൊക്കെ എടുത്തിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ഞാനെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഉത്തരം പറഞ്ഞു. ഞാനെന്ന് പറയുന്നത് ഒരു സെൽഫ് അവെയർനെസ് എന്ന രീതിയിൽ, അത് ഞാനെന്ന വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈഗോയിസ്റ്റുകളാണെന്നൊക്കെ നമുക്ക് താത്വികമായിട്ടൊക്കെ പറയാമെന്നുള്ളതല്ല. ഞാനെന്ന വാക്കിന്, ഞാൻ എന്ന് പറയുന്ന വാക്കിന് അത് പ്രത്യേകിച്ച് വലിയ അർത്ഥങ്ങൾ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ സംവിധാനം ചെയ്യും എന്ന് പറഞ്ഞതിനകത്താണ് പുള്ളി ആത്മവിശ്വാസം ഉണ്ടെന്ന് പുള്ളി പറയുന്നത്. എൻ്റെ കഴിവിൽ എത്ര വിശ്വാസമുണ്ടെന്നാണ് കാതലായ ചോദ്യം. വളരെ ഹൃദയം തുറന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ വിശ്വാസം അത് മാത്രമാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ ജാതകമാണ്. ഇപ്പോൾ ഇവർക്ക് ഒരു വേഷം കൊടുക്കാൻ ഞാനുണ്ടായി, അല്ലെങ്കിൽ ഇവർക്ക് ഒരു വേഷം കൊടുക്കാൻ എനിക്കൊരു കഥയുണ്ടായി. എൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള അവസരങ്ങൾ കുറവാണ്. ഇത് ജാതകത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ 5 മിനിറ്റ് മാറി സ്റ്റേജ് നിന്ന് കഴിഞ്ഞാൽ അപ്പം ഡെലിഗേറ്റ് ചെയ്യാനുള്ള യോഗം എനിക്ക് ജാതകത്തിലില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കഥാ സംഭാഷണങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്. അല്ലാതെ സത്യമാണ്. താങ്കൾക്ക് ഒരു പക്ഷേ താങ്കൾ ആഗ്രഹിക്കുന്ന വിഭാവനം ചെയ്യുന്ന
സ്വപ്നം കാണുന്ന രീതിയിൽ മറ്റുള്ളവർ ഉയരില്ല എന്നുള്ളൊരു ആശങ്കയാണ്. ഉയരില്ല എന്നുള്ളതല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഫോർ എ ക്ലാഷ്. എനിക്കിത് വേണം. ബാക്കിയുള്ളവരൊക്കെ ഒരു ക്ലാഷും ഇല്ലാതെ ഇത്തരം ദൗത്യങ്ങൾ പല കൈകളിലൂടെ ചെയ്യുന്നുണ്ട്. താങ്കൾക്ക് മാത്രം അങ്ങനെ ഒരു വിശ്വാസക്കുറവ് വരുന്നുണ്ട്? അല്ല, അതൊരു കമ്പാരിസൺ അല്ലത്. കാരണം അത് ഓരോരുത്തർക്കും ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമല്ലേ. അത് തിരിച്ചു വരട്ടെ. ഞാൻ ഇവരെ രണ്ടുപേരെയും മാറി സെറ്റിലിട്ട് പരുവപ്പെടുത്തി എടുക്കാനായിട്ട് കണ്ടക്ഷോഭം നടത്തുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും, വല്ല കാര്യമുണ്ട് നിങ്ങൾക്ക്, നിങ്ങൾ മര്യാദയ്ക്ക് പോയി അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ട് ആർട്ടിസ്റ്റിനെ പിടിച്ചാൽ പടം എന്ന് തീർന്നേനെ. ഇത് അവരെ പഠിപ്പിച്ച് റെഡിയാക്കിയെടുത്ത് അതിനെന്താ ഉത്തരം പറയാൻ പറ്റുക? അതെൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഇതാണ് എൻ്റെ പ്രശ്നം. ആറ്റിറ്റ്യൂഡ് ഈസ് യുവർ ആൾട്ടിറ്റ്യൂഡ്. ബിക്കോസ് അത് അതിൽ എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ഭയങ്കരമാണ്. അത് പണം കൊടുത്താൽ കിട്ടത്തുള്ളത്. ഗായത്രിക്ക് അറിയുമെന്നറിയില്ല, ശ്രീ ബാലേന്ദ്ര മേനോൻ്റെ ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹത്തിന് സംഗീതം ഭയങ്കര ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ പഴയ റോസ് ക്ലബിലെ ആ പരിപാടി ആരംഭിക്കുന്നത് അവസാനിക്കുന്നത് മൂപ്പറ പാട്ടിലാണ്. പാഷനേറ്റ് ലവർ ഓഫ് മ്യൂസിക്. സത്യമാണ്. പക്ഷേ താങ്കൾ ഈ സിനിമയിൽ സംഗീത സംവിധാനം നിർവഹിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതെ, പക്ഷേ താങ്കൾ ഒരു 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വന്നപ്പോൾ കുറച്ചും കൂടി വേണമെങ്കിൽ ഒരു ഡെലിഗേഷൻ കുറച്ചും കൂടി നടത്തുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു പോയി. പക്ഷെ അവിടെ ഞാൻ അടിവരയിടുന്നത് താങ്കൾക്ക് അപാര കോൺഫിഡൻസാണ്. താങ്കളുടെ സിദ്ധിയെക്കുറിച്ച്, താങ്കളുടെ കഴിവിനെക്കുറിച്ച്, താങ്കൾക്കുള്ള മരുന്നിനെക്കുറിച്ച് താങ്കൾക്ക് നല്ലൊരു ബോധ്യമാണ്. പിട്ടാസും ബാക്കിയോട്ടും പറഞ്ഞതിനെ പേടിപ്പിക്കുന്ന പോലെ എനിക്കത് തോന്നുന്നില്ല. അതൊരു കോൺഫിഡൻസ് നമ്മളങ്ങ് ചെയ്തു പോകില്ലേ, അങ്ങ് വരുവാണ്, അങ്ങ് ഭവിക്കുകയാണ്. അല്ലാതെ ഇതങ്ങ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് പാട്ട് അങ്ങനെ എടുക്കുന്നതല്ല. ഇത് പലപ്പോഴായിട്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ശീലം വന്ന് അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച്. ഈ സിനിമയുടെ കഥയ്ക്കൊപ്പം ആ പാട്ടും ടൂറൊക്കെ വന്നോ? ഞാൻ ആ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഇവർ സാക്ഷികളാണ്. ഞങ്ങളുടെ എറണാകുളത്ത് ഒരു വർക്ക്ഷോപ്പ് വെച്ചിരുന്നു 7 ദിവസം. 2 ഷീ കെയിം ഫ്രം ബാങ്കോക്ക് ആൻഡ് ഷീ കെയിം ഫ്രം ബോംബെ. എനിക്ക് മേക്കപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് ക്യാമറയൊന്നും വേണ്ട. എനിക്ക് താങ്കളുടെ കണ്ണ് തന്നെ ഒരു ക്യാമറയാണ്. അത് ഞാൻ ഇരുന്ന് നോക്കും. ഇവരെ അഭിനയിക്കാതിരിക്കുമ്പോഴാണ് ഞാൻ താങ്കളുടെ 2 കണ്ണിൽ കൂടെ നോക്കിയപ്പോൾ ഈ കുട്ടിയുടെ മുഖത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ സിനിമയ്ക്ക് വേണ്ട ഒരു ചെരുവ് എന്ന് കണ്ടെത്തിയതാണ്. ദക്ഷിണയെ ഞാൻ കണ്ടത് ഷീ ഹാസ് ഒരു ഡോട്ടർലി ഇൻസ്റ്റിങ്ക്റ്റ് ആ മുഖത്ത് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഈ പടത്തെ കഥാപാത്രം ഇങ്ങനെ ഇരിക്കുന്നു, ഞങ്ങൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു ഫീൽ എനിക്ക് കിട്ടണമെന്നുണ്ട്. ഈ കംഫർട്ടബിൾ പോസ് വരണമെങ്കിൽ ഇതാണ് എനിക്ക് വേണ്ട രൂപം. ഇതേ സമയത്ത് ഈ കുട്ടി അല്പം കൂടെ തടിച്ചിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പിടിച്ചാൽ കാണുന്ന പിട്ടാസന അഭംഗിയായിട്ട് തോന്നും. ഒന്നോട്ട് നോക്കട്ടെ, എങ്ങനെയാണ് ആ സിംഗ് വരുന്നത് നോക്കട്ടെ, ജസ്റ്റ് നോക്കട്ടെ. ഇതുപോലെയുള്ള അച്ഛനെടുത്തിരിക്കുന്ന സാധ്യത ഇല്ല എനിക്ക്. അല്ലല്ല, അത് ഞാൻ പറയാം. അതാ നേരത്തെ ഇന്ററപ്റ്റ് ചെയ്ത്. അപ്പം ഞാൻ ഒരിക്കൽ ചോദിച്ചു ദക്ഷിണടുത്ത്, ദക്ഷിണ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഈ ഞങ്ങൾ ഒരു കോമ്പ ഇടയ്ക്ക് ബ്രേക്കിലൊക്കെ ഡിസ്കഷൻ ചെയ്തു, ഡു യു മൂവ് ലൈക്ക് ദിസ് വിത്ത് യുവർ ഫാദർ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഫാദർ ഇങ്ങനെ പെരുമാറുന്ന ആളല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ഇതിനകത്ത് അതല്ല, ഇതിനകത്ത് കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക. അത് വായിച്ചെടുത്തല്ലോ. അത് മാത്രമല്ല, അച്ഛന് വേണ്ടി എന്തും ചെയ്യാൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പപ്പ തളരരുത്, വി വിൽ വിൻ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരു സപ്പോർട്ട്. നിങ്ങൾ ഒരു വെറും ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കും, ആഗ്രഹിക്കും ഗായത്രിയെപ്പോലൊരു ഭാര്യ എനിക്കുണ്ടായിരുന്നെങ്കിൽ നിന്നും ദക്ഷിണയെപ്പോലൊരു മകൾ എനിക്കുണ്ടാകും. അങ്ങനെയാണ് ആ ക്യാരക്ടറൈസേഷൻ. അതുകൊണ്ട് തന്നെ അവർ they are safe in their saddle. ശ്രീ ബാലചന്ദ്ര മേനോന്റെ 2 കണ്ണുകളെന്ന ലെൻസ് ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി ഗായത്രിയിലേക്ക് വന്നു. എന്താണ് താങ്കൾ ഗായത്രി ഞാൻ ഇഷ്ടപ്പെട്ടത്? ദ ഫസ്റ്റ് പോയിന്റ് ഇസ് ഡൊമസ്റ്റിക് ലുക്ക്. വളരെ പ്രധാനമാണ്. ഹോംലി. ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ. വിത്തൗട്ട് മേക്കപ്പ് ഓൾസോ ഷീ ഈസ് എ മെമ്പർ ഓഫ് ദ ഫാമിലി എന്നൊരു തോന്നൽ നമുക്കുണ്ടാക്കും. അത് താങ്കളുടെ 2 ലെൻസിൽ ഏത് ഭാവമാണ് അവരിൽ നിന്ന് അവരെ കണ്ണ്, മൂക്ക്, ചുണ്ട്, മുഖം, അംഗപ്രത്യംഗം ഞാൻ പറയല്ല. അവരിലുള്ള ഒരു വലിയ ആസ്പെക്ട് എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയുടെ മുഖം എന്ന് പറഞ്ഞ് നമ്മൾ വരച്ചു വെച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഒരു നല്ല വീട്ടമ്മ എന്ന് പറയുന്ന ഒരു രൂപം അവർക്കുണ്ട്. അത് വളരെ പ്രധാനമാണ് കിട്ടാൻ. ഈ സിനിമയിൽ അത് വളരെ പ്രധാനമായിരുന്നു. വളരെ. പിന്നെ അതിലുപരിയായിട്ട് എൻ്റെ ഭാര്യ എന്ന റോളിൽ അഭിനയിക്കുന്നെങ്കിലും ഇതൊരു എന്താ പറയണ്ടേ, ഒരു ഡ്രൈ ക്യാരക്ടർ ആകാൻ പാടില്ലെന്ന് എനിക്ക് ഐ വാണ്ടഡ് ദാറ്റ് ഷീ ഷുഡ് ലുക്ക് നെസസറിലി സെക്സി ഓൾസോ ഓൺ ദ സ്ക്രീൻ. അത് ഈ പടത്തിലുണ്ട്. അതായത് ആ സെക്സ്, അത് വാട്ട് ഐ മീൻ ബൈ സെക്സി എന്നുള്ളത് പടം കണ്ടതെന്ന് അറിയാൻ പറ്റും. അവളിൽ ഉറങ്ങിക്കിടന്നിരുന്ന നാണം, അതൊക്കെ ഞാൻ നന്നായിട്ട് ഈ പടത്തിൽ ഒരു പക്ഷേ തമാശയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹർ ഹസ്ബൻഡ്സ് നെയിം ഇസ് ഋഷി.
ഋഷി ഇത് കണ്ടിട്ടുണ്ടോ ഇതിലെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ മറ്റേ ഗായത്രിയുടെ നാണോ? ഞാൻ എൻ്റെ ക്യാമറയുടെ മുമ്പിലുള്ള നാണം കണ്ടിട്ടുണ്ട്. ക്യാമറയുടെ മുമ്പിൽ കണ്ണുകൊണ്ടും ചുണ്ടുകൊണ്ടും അവതരിപ്പിക്കുന്ന ഒരു ഭാവം, അത് മേ ബി. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് മനസ്സിലാത്ത കാര്യം ഗായത്രി, ഈ ബാലചന്ദ്രൻ മേനോൻ എന്ന് പറഞ്ഞ ഈ പ്രതിഭ, അദ്ദേഹത്തിന് 2 കണ്ണുകൊണ്ട് അദ്ദേഹം ഗായത്രിയിൽ നിന്ന് സംശീകരിച്ചെടുത്തിട്ടുള്ള ആ ഭാവം ഉണ്ടല്ലോ. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? കുറച്ചായില്ലേ? കൃത്യമായിട്ട് പറയില്ല. പക്ഷെ ആ മൂപ്പറ് ഇതിന്റെ പകുതി പോലും സംശീകരിച്ചിട്ടില്ല. അതിനെ സംശയിക്കണം. അത് പറയാൻ പറ്റത്തില്ല. ഞാൻ ഋഷിയോട് ചോദിക്കാൻ പോവാണ്. ആണോ? എടാ ഇത് നോക്ക്, ഇതാ ബാലചന്ദ്രൻ മേനോൻ എന്നുള്ള ആള്. നിങ്ങൾ ഉണ്ടാക്കുന്ന ആ വിഷം വമിപ്പിക്കുന്ന അതിപ്പോ ഓക്കെ ആയിട്ടിരിക്കുകയാണ്. ക്യാമറയുടെ മുന്നിലല്ലേ, മറ്റത് ബിഹൈൻഡ് ക്യാമറയല്ലേ. ഞാൻ ഓരോ സീൻ എടുക്കുമ്പോഴും പറയുമ്പോൾ I used to comfort her. You tell Rishi that we are going to take this scene tomorrow. അത് റിപ്പോർട്ട് ചെയ്യാറുണ്ടോ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. സീൻ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ചിലതൊക്കെ പറഞ്ഞിരിക്കുന്നത്. മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി വേണ്ടെന്ന് പറഞ്ഞു. അല്ല, എനിക്കറിയില്ലല്ലോ. I made her feel comfortable. അവിടെയും ഞാനുണ്ട്. ഇല്ലല്ല സുഹൃത്തെ, അമ്മയാണ് സത്യം എന്ന് പറയുന്ന എനിക്കിത് പറയാൻ നിർബന്ധിതനാണ്. എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ ചിത്രത്തില് ഒരു പർട്ടിക്കുലർ പടം കണ്ടു കാണും നിങ്ങൾ. അതിൽ ആനയുടെ ആദ്യ ചിത്രം, അവർ പെൺകുട്ടി ആൺകുട്ടിയായിട്ട് അഭിനയിക്കുന്നു, ഒരു വീട്ടിൽ വന്ന് താമസിക്കുന്നു. മുകേഷ്, ജഗദീഷ് ശിവകുമാർ ആൻഡ് ഗണേശൻ, ഈ 3 പേരുടെ ഇടയിൽ ഇവൾ ആണിൻ്റെ ഇവരിക്കുന്ന പലരും പടം കണ്ടു കാണും. ആണിൻ്റെ രൂപത്തിൽ താമസിച്ച് ഒരു ദിവസം മുകേഷിന് മനസ്സിലാകുകയാണ് ഇവൾ പെണ്ണാണ്. അതവൻ കാണുന്ന എങ്ങനെ ഇവൾ പെണ്ണാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പം ഞാൻ കരുതി മുകേഷ് പുറത്തു പോയി തിരിച്ചു വരുമ്പം ഇവൾ വീട്ടിൽ ആരും ഇല്ലയെന്ന് കരുതി പതുക്കെ ഒരു ടവൽ എടുത്തു കൊടുത്ത് ഒന്ന് കുളിക്കുന്ന സീനൊന്നുമില്ല, കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് പുറത്ത് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഇവളുടെ പിന്നെ ബോബ്ഡ് ഹെയറാണ്, അതൊക്കെ ഒന്ന് തട്ടി ഇങ്ങനെ പിടിക്കുമ്പം അവളുടെ ശരീരത്തിൻ്റെ മാംസളത ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ ഒരു പെണ്ണാണെന്ന് തോന്നിപ്പിക്കാം. ഇത് എനിക്ക് ഉദ്ദേശമുള്ളൂ, അല്ലാതെ നോട്ട് ടു ഷോ എനി ക്ലീവേജ്. ഇത് ഞാൻ എപ്പോൾ തീരുമാനിച്ചോ അന്ന് മുതൽ രാവിലെ സെറ്റിൽ ഒരു വലിയ ഇഷ്യൂ ആണിത്. അതാണ് നമ്മുടെ സിനിമയുടെ ഗുണം. ഇന്ന് ഉച്ചയ്ക്ക് കുളിസിനുണ്ട്, ടവല് വേണമെന്ന് പറഞ്ഞിട്ട്. അതിങ്ങനെ പറഞ്ഞ് ഓരോ ആളും അടുത്താണ് ടവൽ ഏത് സൈസ്, മറ്റേ അത് വെള്ളം തലേ വീഴുമെന്ന് തോന്നുന്നില്ല. ഇല്ലല്ല, വെള്ളം ഷവറിൻ്റെ താഴെ നിൽക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടവലിന് നീളം കൂടണം കേട്ടോ, എല്ലാം കവറായിരിക്കണം. ഇതിങ്ങനെ വന്ന് ഉച്ചയായപ്പോഴും ഞാൻ നോക്കുമ്പം ഈ ശബ്ദം ഇങ്ങനെ ഒരു പ്രസരണം നടത്തി കഴിഞ്ഞപ്പോഴും പീപ്പിൾ ആർ ഗെറ്റിംഗ് അപ്സെറ്റ്. അന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആനയുടെ സിസ്റ്ററുണ്ട് സെറ്റിൽ. ഒരു 12 ഇപ്പോൾ എൻ്റെ തോന്നുന്നു കണ്ണൊക്കെ നിറഞ്ഞ്, ആനയല്ല ആനയുടെ സിസ്റ്റർ, പെങ്ങളെ ഞങ്ങളിത് പ്രതീക്ഷിച്ചല്ലോ കേട്ടോ, ബാലേന്ദ്രൻ്റെ പടം. അത് ഞാൻ നിങ്ങളെ റെഫർ ചെയ്യാം, അതുകൊണ്ടാണ് പറഞ്ഞത്. ബാലേന്ദ്രൻ്റെ പടം നേരി ഞങ്ങൾ സമ്മതിച്ചാണ്. അതിങ്ങനെ ഈ കുളിസീനൊക്കെ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരില്ലായിരുന്നു. പിന്നെ ആരാ കുളിസീനുണ്ടെന്ന് പറഞ്ഞ്, അല്ലത് ടവല് വാങ്ങിക്കാൻ പോകുന്നു. ഇവിടെ ഈ സിനിമ ടവല് മേടിക്കാൻ പോയാലും അല്ലല്ല, എന്നിട്ട് ഇല്ല ധൃതി മുട്ടി നിൽക്കുക. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാന്നറിയോ, ഞാൻ അവസാനം ചോദിച്ചത് ആരാ പറഞ്ഞ സംഭവം, ഓക്കെ ടവൽ, ഞാൻ ടവൽ സീനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആനയെ വിളിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം വിളിച്ചിരുത്ത്. ആന ഈസ് ഓൾസോ അപ്സെറ്റ്, സ്വാഭാവികമായിട്ട്. ഞങ്ങൾ ക്യാമറയുടെ ആക്ച്വലി ഒരു കീ ഹോളിൻ്റെ മോൾഡിൽ കൂടെ കാണുന്ന പോലെയുള്ളൂ ഈ ദൃശ്യം. ഞാനത് അവരെ യു ലുക്ക് ത്രൂ ദ ക്യാമറ, നിങ്ങൾ കാണുന്ന ഇതാണ്. എൻ്റെ ആസ് എ ഡയറക്ടർ ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ഇതാണ് ഞാൻ ഇതിനകത്ത് കട്ടിങ് ക്ലോസപ്സും സൂമും ഒന്നും ഉപയോഗിക്കുന്നില്ല. ഐ വാണ്ട് ടു ഷോ യു ഇൻ ടോട്ടാലിറ്റി ദാറ്റ് യു ആർ എ ഗേൾ. ഇത് കണ്ടത് ആനി വാട്ട് ഈസ് റോങ് ഇൻ ദിസ്, ഐ വിൽ ഡു ഇറ്റ് എന്ന് കൺവിൻസ് എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഇറ്റ് വാസ് നോട്ട് എ പ്രോബ്ലം ടു ഗെറ്റ് ഹർ കൺവിൻസ്ഡ്. അതുകൊണ്ട് ടവൽ ഉണ്ടായില്ല. ഇവര് ടവൽ, ഞാൻ പല പടങ്ങളിലും ആവശ്യമില്ലെങ്കിൽ ഒരു ഷവർ, ചില പടങ്ങൾ ഒരു ഷവറും ഒരു ടവലും കണ്ട് ഇവിടം വരെ കിട്ടിയ ഒരു നിപ്പും എന്താ ആത്മസുഖം കിട്ടുന്നത് പിടി കിട്ടുന്നില്ല. ഒന്ന് കുളിച്ചല്ലോ സമ്മാനിക്കാം. സംവിധായകന്റെ മാനസികാവസ്ഥ എനിക്കറിയില്ല. താങ്കൾക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതുണ്ടല്ലോ. ആവശ്യം ഉണ്ടെങ്കിലേ ആവശ്യമുള്ളൂ. അങ്ങനെയില്ലല്ലോ, രണ്ടും ഒരർത്ഥമല്ലേ, രണ്ടും രണ്ടർത്ഥമല്ലേ. ഞാൻ വളരെ നല്ല ആസ്വാദകൻ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഇല്ലാതെ തന്നെ നമ്മുടെ പ്രേക്ഷകർ നമ്മളെ സ്വീകരിക്കും. ശ്രീ ബാലചന്ദ്രൻ മേനോൻ, നിങ്ങൾക്ക് സമയം പോയായിരുന്നില്ല, നമ്മൾ വേറെ ഒന്നിലേക്കും പോയില്ല. ഞാൻ സംവിധാനം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചുറ്റിത്തിരിഞ്ഞു. ഞങ്ങളൊരു ആഗ്രഹമാണ്, JB ജംഗ്ഷൻ്റെ ആഗ്രഹമാണ്, താങ്കൾ സംവിധാനം ചെയ്യണമെന്നുള്ളത്. 2 വർഷം മുമ്പ് താങ്കളെ ഈ കസേരയിരുത്തി താങ്കളെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കും എന്നുള്ളൊരു വാക്ക്
JB ജംഗ്ഷൻ വാങ്ങിയിരുന്നു. അത് സഫലമായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ ടീം ദക്ഷിണ താങ്കളുടെ മുൻകാല നടികളെ പോലെ ശ്രദ്ധിക്കപ്പെടട്ടെ. ഗായത്രി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. പഴയ പോലെ ചെറിയ ചെറിയ വേഷങ്ങളിലല്ല, ഇനി ഇതുപോലെ മുഴുനീള വേഷങ്ങളിൽ ഒരുപാട് വേഷങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത സിനിമ കാണാനുള്ള ഭാഗ്യം വൈകാതെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മേനോൻ ചേട്ടാ, എനിക്ക് എൻ്റെ നമ്മുടെ ഒരു കുടുംബത്തിൽ നടന്ന ഒരു സംഭാഷണം പോലെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ ബിട്ടാസ്. വേറെ ഒന്നുമല്ല, ബിട്ടാസ് ഇത്രയും പറഞ്ഞതുകൊണ്ടും ബിട്ടാസ് പറഞ്ഞതിൽ ഞാനൊരു വികാര പകർച്ചയും കണ്ടു. സത്യം പറഞ്ഞാൽ ഈ ഷോ അവസാനിപ്പിക്കുന്നുണ്ട് ഞാൻ പറയേണ്ടതാണ്. നിങ്ങൾ എല്ലാ ആൾക്കാരും എല്ലാം മനസ്സിലാക്കിയിട്ട് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല നമ്മട്ട് ജീവിക്കുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അറിയുന്ന ആദ്യത്തെ ആളാണ് ഞാൻ. എനിക്ക് എൻ്റേതായ ചില നിയമങ്ങളും ചില സ്വഭാവരീതി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പല കാര്യങ്ങളിലും ഒതുക്കം പാലിക്കുന്നത്. പക്ഷേ എൻ്റെ ഈ കഴിഞ്ഞുപോയ 7 വർഷം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു എന്താ പറയുക, ഒരു പഠന സമയമായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി ബിക്കോസ് ഐ ആം വാണ്ടഡ്. നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തന്നെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും സൂചനകൾ കൂടിയും ഈ പ്രേക്ഷകർ എന്ന് പറയുന്ന എൻ്റെ ശക്തി എനിക്ക് നൽകിയ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് ഈ ആൾക്കാർ കൈ തട്ടുമ്പോൾ കുട്ടി ചാടിക്കളിക്കുന്ന പോലെ ഞാൻ ചാടി കളിച്ച് വീണ്ടും ഈ ക്യാമറ എടുത്ത് വന്നത്. പക്ഷേ ബിട്ടാസ് ഒന്ന് മനസ്സിലാക്കണം, എല്ലാവരും എന്നെ കളിയാക്കി പറയും ഞാൻ സംവിധാനം ചെയ്യുക പേര് ശരിയല്ല. ഈ പേരാണ് ശരിയെന്ന് പറഞ്ഞ് ഞാൻ ഈ പേരിടുമ്പോൾ ഒരു പടമാണ്, സിനിമയാണ്, ഇത്ര ആർട്ടിസ്റ്റ് വേണ്ടതാണ്. ഒരുപക്ഷെ പടത്തിൻ്റെ 5-ാം ദിവസം ചിക്കൻ ബോക്സ് വന്ന് ഗായത്രി കിടന്നാൽ എന്ത് ചെയ്യും, കാലൊടിഞ്ഞ് ഇനി ദക്ഷിണ കിടന്നാൽ എന്ത് ചെയ്യും, ഇല്ല എനിക്ക് അസുഖം വന്നാൽ എന്ത് ചെയ്യും, അല്ല KPR നായരുടെ കയ്യിലെ കാശ് പോയാൽ എന്ത് ചെയ്യും? പടം നിൽക്കും. നിന്നാലും ബിട്ടാസ് ഇവിടെ നിന്ന് ചോദിക്കും എന്തായി ഞാൻ സംവിധാനം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ദൈവം എന്നെ വിധേയനാക്കത്തില്ല എന്നൊറ്റ വിശ്വാസം കൊണ്ട് ഞാൻ പേരിട്ടതല്ലാതെ അതിൽ അഹംഭാവം ഒന്നുമില്ല. പക്ഷേ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ ഒരു സംഗതി, ആ എന്നിനുള്ളിലുള്ള ഒരു ഇന്നർ സ്ട്രെങ്താണ് ഞാൻ. അതിന് അഹങ്കാരമെന്നോ അമിത വിശ്വാസം എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഈസ് ദെയർ ബിസിനസ്. താങ്കളുടെ ആ നിശ്ചയദാർഢ്യത്തിന് ഉലയൂതുക, അതിനെ പരിപോഷിപ്പിക്കുക, അതിനെ ജ്വലിപ്പിക്കുക, ഇത് മാത്രമാണ് ഞങ്ങളുടെ മനസ്സിലുള്ള. ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു ഈ അവസരം. ഇതേപോലെ ഒന്ന് ഓർത്തു നോക്കുക, ചരിത്ര നിമിഷമാണ്. ഞാൻ വന്ന രംഗം ഇവിടെ ഇട്ട് കാണിച്ച്, എൻ്റെ താടിയില്ലാത്ത മുഖം കാണിച്ച്, ഇപ്പോൾ താടിയുള്ള മുഖം കാണിച്ച്, ഇതാ നിങ്ങളെന്നത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ 2011 ഒരു പത്രത്തിൻ്റെ സൺഡേ സപ്ലിമെൻറ്റിൽ ഞാൻ ഇനിയും സംവിധാനം ചെയ്യുമെന്ന് പറയേണ്ട അവസ്ഥ വന്നു. കാരണം ഞാൻ സംവിധാന രംഗത്തേക്ക് ഇല്ല എന്നൊരു വാർത്ത പ്രചരിച്ചപ്പോൾ അത് 2015 പ്രേക്ഷകരുടെ അനുഗ്രഹം കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റി. ഹൃദയം തുറന്ന് പറയുകയാണ്, ഞാൻ സംവിധാനം ചെയ്യുന്ന പടം പ്രേക്ഷക മനസ്സുകൾ ഇത് സാധാരണ ഷോയിൽ നിന്ന് പറഞ്ഞ കണക്കല്ല, അവരിത് ഏറ്റെടുത്ത് കഴിഞ്ഞു. എൻ്റെ മിഷൻ ഈസ് ഹൈലി സക്സസ്ഫുൾ എന്നുള്ളത് നന്ദിപൂർവ്വം പറയാൻ കൂടി ഞാൻ ഈ സമയം ഉപയോഗിക്കാം. ഇവരെല്ലാം കലാകാരന്മാരാണ്. ഈ സിനിമയിലൊരു പാട്ടും കൂടി നമ്മൾ പാടിക്കൊണ്ട് ഈ ചിത്രത്തിൽ ഞാനും ഗായത്രിയും രംഗത്ത് വരുന്ന ഒരു യുഗ്മഗാനമാണ്. ഇതൊരു കുടുംബത്തിൻ്റെ ഹാർമണിയാണ് ഈ പാട്ട് പ്രകടിപ്പിക്കുന്നത്. പൂച്ചൽ ഖാദർ എഴുതിയതാണ്. ജയചന്ദ്രനും മഞ്ജരിയുമാണ് പാടിയിരിക്കുന്നത്. ഈ പാട്ട് രംഗത്ത് വരുന്നത് ഞങ്ങൾ 3 പേരാണ്. ഒരുപക്ഷെ ബ്രിട്ടാസിൻ്റെ ഇതുവരെയുള്ള ഇൻ്റർവ്യൂ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പാട്ട്, ആ പാട്ടിൽ ചിത്രീകരണത്തിൽ പങ്കെടുത്ത കലാകാരന്മാർ വന്നിരുന്ന് പാടുന്നത്.